അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഇങ്ങനൊരു അവസരം തന്നതിന് എൻ്റെ സുഹൃത്തും ഇടയ്ക്കൊക്കെ വിളിച്ചങ്ങോട്ടും കൊണ്ടും സ്വകാര്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സലാഹുദ്ദീൻ ഡോക്ടറോട് നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ ഇന്നിവിടെ ഗ്രാജുവേറ്റ് ആവുന്ന ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ ആശംസയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനവും കുറച്ച് വർഷമായിട്ട് നടത്തി പോരുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ഇതിൽ പോയിട്ട് ഒരു കോൺവെക്കേഷൻ്റെ ഒരു ഗസ്റ്റായിട്ട് ഇങ്ങനെ വലിയൊരിതിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എന്ത് പറയണം എന്നുള്ളത്. ഇവിടെ സലാഹുദ്ദീൻ ഡോക്ടറെ വിശദമായിട്ടുള്ള സംസാരം പ്രിൻസിപ്പളുടേതും റസ്തും സാറിൻ്റെ എല്ലാം കേട്ടു. എനിക്ക് തോന്നുന്നത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജീവിതം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ജേണിയുണ്ട്, ഒരു ലെസൺ ഉണ്ട്. ചെറിയ രീതിയിൽ കുറഞ്ഞ സമയത്ത് ഷെയർ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഈ നാട്ടുകാരനായ ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫോറം സെൻറ്ററും സ്കൂളും ആയുർഗ്രീൻ്റെ പാട്ടും അങ്ങനെയൊക്കെ ലോകത്ത് ഒരുപാട് 10-70 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനും ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്യാനൊക്കെ അവസരം കിട്ടി. എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിനിടയിൽ ഞാൻ 2-3 വർഷം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് നല്ലപോലെ പഠിച്ചത്. ഞാനൊരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ സാഹചര്യങ്ങളായിട്ടാണ് ഞാൻ യാത്ര പോയി ഒരു ജോലി തുടങ്ങി. ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 99-ലാണ്. അപ്പോൾ യാത്രയിൽ പഠിച്ചിട്ടുള്ള പഠിപ്പാണ് എൻ്റെ ഏറ്റവും കൂടുതൽ, ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് തന്നെയാണ് ഞാൻ ഏറ്റവും വലിയ അമൂല്യമായിട്ട് ഞാൻ ഇന്ന് കാണുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ ഇത് നടക്കുമ്പോൾ 2 ദിവസം മുന്നേ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ മക്കൾ പഠിക്കുന്നത് എൻ്റെ സ്കൂളിലാണ്. അവിടെ ഗ്രേഡ് 3 വരെ മോണ്ടിസോറി സിസ്റ്റമാണ് അവിടെ നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു ഇന്നലെ ഫ്രൈഡേ. നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങൾ അത് ഭാഗപ്പെടുത്തി കൊണ്ടുപോകേണ്ട സമയം സ്കൂളിൽ നിന്നാണ്. ആ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായ നല്ല രീതിയിൽ അക്കാഡമിക്കും അതിനോടൊപ്പം അതിലുപരി നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളും പ്ലാനുകളും ഒക്കെ കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണ് സ്കൂള്. അതൊരു കച്ചവടമല്ല, തീർത്തും അത് സമൂഹത്തിൽ ഓഫ് കോഴ്സ് ഫീസ് മേടിച്ച് പഠിപ്പിക്കുന്നു, ലാഭമുണ്ടല്ലോ എന്നൊക്കെ പലർക്കും പറയാം. എന്തും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അടക്ക് ചിട്ടോട് കൂടിയിട്ടേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ലൈഫും. എന്നാലും നമ്മൾ സ്കൂൾ തുടങ്ങി ഇങ്ങനെയുള്ള ഓരോ പഠിപ്പ് കഴിഞ്ഞ് നമ്മൾ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിൻ്റെയൊക്കെ ഒരു എൻഡാണെന്നുള്ളത്, ഞാൻ എല്ലാം ആയി എന്നുള്ളത്. അങ്ങനെ ആവരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തുടങ്ങുകയാണ്, ഇത് തുടക്കമായിരിക്കണം. ഓരോ ജീവിതത്തിലും ഓരോ ജോബും ഓരോ ജേണിയും ഓരോ ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് ഒരുപാട് ഡിഗ്രികൾ കിട്ടും. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാംഗ്വേജാണ്. നിങ്ങൾ ഇതായിട്ടുള്ള എല്ലാ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമുക്ക് പലപ്പോഴും ലാഗായി പോകുന്ന ഒരു കാര്യം. ഒരുപാട് മക്കൾ ഇത് 13ാമത്തെ കോൺവൊക്കേഷൻ പിന്നെ
നൂറുകണക്കിന് കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയി. 10-28 വർഷമായിട്ടുള്ള സ്ഥാപനം. എവിടെ നോക്കിയാലും ഡോക്ടർക്ക് ആൾക്കാരുണ്ടായിരിക്കും. ഡോക്ടറെ ഏത് മുക്കിലും മൂലയിലും വിളിച്ചാലും ഡോക്ടർക്ക് കിട്ടാത്ത ഒരാളുമില്ല, ഒരു കണക്ഷനില്ല. യങ്ങായിട്ട് മുതൽ എൽഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ, ഒരുപാട് സ്റ്റുഡൻസിനായിട്ടുള്ള ഡോക്ടർക്ക് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ദുബായിലൊക്കെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കാര്യം ഡോക്ടറോട് സൂചിപ്പിച്ചു. നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളും അതിനനുസരിച്ച് വളരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ ലാംഗ്വേജ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി, നമ്മൾ കൊടുക്കുന്ന ചിരി, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും അതോടൊപ്പം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് കിട്ടുന്ന സ്ഥാപനത്തിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ച ജോലിയല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ ഫ്ലറിഷ് ആവുക എന്നുള്ളതാണ്. അതുമായിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് എന്താവാൻ പറ്റുള്ളൂ, നമ്മളെ ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതിയിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതിന് പുറകെ വന്നോളും. ഒരിക്കലും നമ്മളതിൽ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ എന്താക്കേണ്ടതില്ല, എനിക്ക് സാലറി കുറച്ചേ കിട്ടുന്നുള്ളൂ, എനിക്ക് കിട്ടുന്നത് തികയുന്നില്ല, എൻ്റെ ടൈം കുറച്ച് ആണ് എനിക്ക് കിട്ടുന്നുള്ളൂ, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പല തരത്തിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ കിട്ടിയത് നമ്മളെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കണം പോകേണ്ടത്. ഇപ്പം നേരത്തെ ഇവിടെ വന്ന് സംസാരിച്ച ഷഹല അവർ പറഞ്ഞു, അവർ ത്യാഗം ചെയ്തിട്ടാണ് അവരും അവരുടെ പാരൻറ്റും ഹസ്ബൻഡും ഇവിടെയൊക്കെ അതിനെത്തിയിട്ടുള്ളത്. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും പല കടമ്പകളും. അതുപോലെ നിങ്ങളെ പാരൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ചെറിയ മക്കളല്ലാന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ പ്രായത്തിലും നിങ്ങളോടൊപ്പം നിങ്ങളെ പാരൻസ് ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങളെ കോൺവൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിൽക്ക് അവരൊരു പ്രതീക്ഷയുണ്ട്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഭർത്താവരുണ്ട് ഇവിടെ. ഇപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടുന്ന് കണ്ടു, അവൻ്റെ വൈഫ് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങി നമ്മൾ പലരും പല മേഖലയിൽ നിന്നും പല ആൾക്കാരും പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഏതർത്ഥത്തിലാണോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ പഠിച്ചും കൊണ്ടേയിരിക്കുക. പഠിപ്പ് എന്ന സാധനം നിർത്തരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കുറേ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തമായിട്ട് തുടർന്നു പോകാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഡോക്ടർ, നിങ്ങളെ ഡയഗ്നോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അമൂല്യമായിരിക്കും. ആ വരുന്ന ഒരു വ്യക്തി എന്താണെന്നുണ്ടെങ്കിലും ആ വരുന്ന ആ മൊമെൻറ്റിൽ നിങ്ങളടുത്ത് കിട്ടുന്ന വാക്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് പല രൂപത്തിലും പല കാര്യങ്ങളും പറയാം. നമ്മൾ തന്നെ കാണും, നമ്മൾ ഏത് സ്ഥാപനത്തിലും എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കസ്റ്റമർ സർവീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് കൊളാബറേഷൻ്റെ വേൾഡാണ്, കോമ്പറ്റീഷൻ ഇല്ല. കോമ്പറ്റീഷൻ ആൾവേസ് പറയുന്നത് ഹെൽത്തി അല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് കൊളാബറേഷനാണ് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്നത്. നമ്മളൊരു കൊളാബറേറ്റർ ആയിരിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ ചെയ്ത് മേടിക്കണം, നമ്മൾക്ക് അറിയാത്തത് നമ്മൾ കൊണ്ടുപോയി തിരുത്തി കൊടുക്കണം. അതിനായിരിക്കണം നമ്മൾ ഊന്നൽ നൽകേണ്ടത്. അതല്ലാതെ നമ്മളെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അടുത്തൊരു സ്ഥാപനം ഉണ്ടെങ്കിലും ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിലും സെയിം ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ വെൽക്കം ചെയ്യണം. നമുക്ക് അവർക്ക് വേണ്ട നോളേജ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് കിട്ടേണ്ടതും നമുക്ക് അർഹിക്കപ്പെട്ടതും നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. യാതൊരു സംശയവും അതിലില്ല. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആവുന്ന ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നിങ്ങളെ ഇതിന് പ്രാപ്തരാക്കിയ ഓരോ ആൾക്കാരെയും, ഓരോ ടീച്ചേഴ്സിനെയും, നേരത്തെ പറഞ്ഞു നിങ്ങളെ പ്രിൻസിപ്പൾ നിങ്ങളെ കണ്ണും മൂക്കും കാലും നോക്കി നടക്കുകയാണ് എന്ന് പറഞ്ഞു. ഒരു തെറ്റുമില്ല അവർ ചെയ്തതിൽ. അത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യും എന്തിനാണ് അവർ അതൊക്കെ പറഞ്ഞത്. നിങ്ങൾ ആ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോൾ ഒരിക്കലും നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസിലും, ബാഡായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിലും നമ്മൾ പെടാതിരിക്കുക. നമ്മളെ കുടുംബവും നമ്മളെ സുഹൃത്തും നമ്മളെ സഹപാഠികളും നമ്മളൊപ്പം ഒരുമിച്ച് പോകുമ്പോൾ മൂല്യവർത്തായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ എടപ്പാളിൻ്റെ ഈ വലിയൊരു സ്ഥാപനം ഇനിയും ഒരുപാട് വലിയ സ്ഥാപനമായി മാറാനും, ഒരുപാട് ആൾക്കാർക്ക് സേവനം ചെയ്യാനും, ഒരുപാട് കുട്ടികൾ പഠിച്ച് ലോകത്തിൻ്റെ മൂലകളിലും എത്തി അവിടെ എല്ലാവരും റൈഹാൻ്റെ ആ ഒരു പേര് എടപ്പാൾ അതിനോടൊപ്പം ഉയർത്താനും സാധിക്കട്ടെ എന്ന് ആത്മർത്ഥ്യം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.